എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വൈകിട്ട് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിലൊന്ന് പോയി കേട്ടോ. അമ്പലത്തിലൊന്ന് പോയി തൊഴുതു. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഉടനെ വീഡിയോ ചെയ്യുകയാണ്. കുറച്ച് ദിവസം കൊണ്ടേ വിചാരിക്കുന്നു തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ടേ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ഞാൻ നമ്മുടെ അടുത്ത അമ്പലത്തിൽ പോയി തൊഴുതു, പ്രാർത്ഥിച്ചു, വീട്ടിലെത്തി കേട്ടോ. ഞാൻ 2-3 മാസത്തിന് മുമ്പായിട്ട് മാർച്ച് അവസാനം നമ്മുടെ അടുത്തുള്ള അമ്പലമായിട്ട് മാർച്ച് അവസാനമാണ് അമ്പലത്തിൽ പോയത്. കഴിഞ്ഞ മാർച്ച് അവസാനം. പിന്നീട് പോകാൻ കഴിഞ്ഞിട്ടില്ല, അമ്പലത്തിൽ പോയി തൊഴാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ അമ്പലത്തിൻ്റെ വഴി മുന്നിലുള്ള റോഡിലൂടെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അമ്പലത്തിൽ കയറാനോ പ്രാർത്ഥിക്കാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ വൈകിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി, അമ്പലത്തിൽ പോയി തൊഴുതു, പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ടെമ്പിളുണ്ട് കേട്ടോ, ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ കൃഷ്ണനാണ് പ്രതിഷ്ഠ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പോലെ പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയെന്ന് പറയാം. പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ഫീലാണ്. മനസ്സിനൊരു പോസിറ്റീവ് ഫീൽ കിട്ടും. അതോടൊപ്പം തന്നെ ശുഭപ്രതീക്ഷകളും ലഭിക്കുമെന്നാണ്. ശുഭപ്രതീക്ഷകളാണ് പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്നത് ശുഭപ്രതീക്ഷകളാണ്. ഈ ശുഭപ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശുഭപ്രതീക്ഷകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ശുഭപ്രതീക്ഷകളില്ലെങ്കിൽ എന്തില്ല, ജീവിതമില്ലെന്നാണ്. ജീവിതം മരച്ച ഒരവസ്ഥയിലാണ് കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ശുഭപ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, ശുഭാപ്തി വിശ്വാസം, ശുഭപ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടായിരിക്കും, ഇല്ലേ? ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു ക്ഷേത്രങ്ങളിൽ ചെന്നാൽ പ്രാർത്ഥിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത്രയേ പ്രാർത്ഥിക്കാറുള്ളൂ. ചെന്ന് ഇവിടുത്തെ ആരാധനാമൂർത്തി ഏതാണെന്ന് നോക്കിയിട്ട് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലത് വരുത്തണേ, അല്ലെങ്കിൽ നന്മ വരുത്തണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ കേട്ടോ. നന്മ വരുത്തണേ, നല്ലത് വരുത്തണേ, അത്രയും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ആ ക്ഷേത്രങ്ങളിൽ നിന്ന് പോകും, തിരിച്ചു പോയി. പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നല്ലതാണോ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നന്മ കേട്ടോ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ പ്രപഞ്ചം 100 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ 10 നടത്തി തരും. ചിലപ്പം ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യും? നടത്തി തരും. ഇതിനെക്കുറിച്ച് നമുക്ക് ആഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചാൽ എന്തും നടക്കുമെന്നാണ്. തീക്ഷ്ണമായിട്ട് വീണ്ടും ഉറപ്പിക്കുകയാണ് ആഗ്രഹങ്ങളെക്കുറിച്ച്. നമ്മൾ തീക്ഷ്ണമായി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിരിക്കണം? നല്ല ആഗ്രഹങ്ങളായിരിക്കണം. ഒന്ന്, ആ ആഗ്രഹങ്ങളുടെ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നന്മയായിരിക്കണം. നന്മയിലുള്ള ആഗ്രഹങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ, പ്രാർത്ഥനയിലൂടെ നടക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മുടെ തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹമാണ് അത് തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹമാണ്, അതുപോലെ നന്മയുള്ള ആഗ്രഹമാണെങ്കിൽ ഈ സത്യപ്രപഞ്ചം അത് നടത്തി തരുമെന്നാണ്. ഇനി ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹം അതുപോലെ നടന്നില്ല എങ്കിൽ അതിന് ബദലായിട്ട് നന്മയുടെ മറ്റൊരു വാതിൽ നമുക്കായിട്ട് തുറക്കപ്പെടുമെന്നാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുക. അവിടെ ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നന്മ പ്രവർത്തിക്കുക, നന്മയുള്ളവരായിട്ട് മാറുക.